പ്രാവശ്യം എല്ലാവരും പ്രതീക്ഷിച്ചു ജോർജ് ചേട്ടൻ ഉണ്ടാവും എന്ന്. ഞാൻ ഇല്ലാത്ത എന്താ വെച്ചാൽ എൻ്റെ തന്നെ ഞാൻ നിൽക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നില്ല, സത്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ എൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഒരു പാർലമെന്റ് നേടാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പം എൻ്റെ മനസ്സെന്താ വെച്ചാൽ മതിയെന്ന്. ഞാനിനി ഒരു മത്സരങ്ങൾ ഇല്ലാത്ത പൊതുപ്രവർത്തനം, അതാണ് താല്പര്യം. പിള്ളേർ വരട്ടെ എന്നൊരു മനസ്സിലായി എനിക്കുള്ളത്. കുറെ ആക്ടേഴ്സ്, അത് സുരേഷ് ചേട്ടൻ ആയിക്കോട്ടെ, വേറെ പലരും ഉണ്ട്, അവരൊക്കെ ഇന്നിപ്പോ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അവരിപ്പോ ഇതാ മത്സരിക്കുകയാണ്. പിന്നെ സിനിമാക്കാരെന്ന് പറഞ്ഞാൽ ജയിക്കണമെന്ന് നിർബന്ധമില്ല. എത്രയോ സിനിമാന്മാരും തോറ്റിരിക്കുന്നു. അതെ, വ്യക്തികളെ നോക്കിയിട്ട് കാര്യമില്ല, രാഷ്ട്രീയമല്ലേ വലുത്. ആണല്ലേ, രാഷ്ട്ര സംബന്ധമായ കാര്യങ്ങൾ, അത് കഴിഞ്ഞല്ലേ വ്യക്തികൾക്ക് വരും. അപ്പൊ ഈ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് പി.സി. ജോർജ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടേണ്ടതായി വന്നിട്ടുണ്ടോ? അത് സാരമില്ല. ഒന്നാമത് ഞാൻ ചെയ്യുന്നതിന് എന്താ പറയുക, മുഴുവൻ പേർക്കും ഭക്ഷണം, ഒരാൾ പോലും പട്ടിണിക്കാൻ ഇരിക്കണം. ഭക്ഷണം, വസ്ത്രം, അതുപോലെ എയർ പൊല്യൂഷൻ അനുവദിക്കുക. പി.സി. ജോർജ് ഒരു കഠിന ഹൃദയനാണ്. എന്റെ മുന്നേ കഠിന ഹൃദയനല്ലേ? ഭയങ്കര ലോല ഹൃദയനാണോ? സ്ട്രോങ്ങാ, പക്ഷെ ഹൃദയം വളരെ ലോലമാണ്. ആണോ? അല്ല, അയ്യോ വില്ലനേ അല്ല. നമുക്കിവിടെ നോക്കുന്ന സ്പെഷ്യലായിട്ട് ഞാൻ കണ്ടത് തോക്കാണ് ഇവിടെ കണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങളൊരു ഗണ്ണും കൊണ്ട് വന്നിരിക്കുന്നത്. ഈ ഗണ്ണ് വെച്ചിട്ട് നമ്മളൊരു ചോദ്യം ചോദിക്കാൻ പോവാം. അതായത് ഞാൻ ഓരോ ചോദ്യം ചോദിക്കുമ്പം അതിന്റെ ആൻസർ യെസ് ആണെങ്കിൽ ഈ സാധനം വെച്ചിട്ട് പിന്നെ ജോർജേട്ടന്റെ അടുത്തേക്ക് തന്നെ ഷൂട്ട് ചെയ്യണം. ഒന്നും പറ്റൂല, ഇതൊന്നും പറ്റൂല. സംഭവം കണ്ട റബ്ബർ ഇതാണ്. നോ ആണ് ആൻസർ എങ്കിൽ എന്നെ ഷൂട്ട് ചെയ്തോ. ഓക്കെ, അപ്പൊ എല്ലാത്തിനും നോ എന്ന് പറഞ്ഞ് കളഞ്ഞേക്കരുത്, എന്നെ ഷൂട്ട് ചെയ്തേക്കരുത് കേട്ടോ. ഇതാണ് സംഭവങ്ങൾ. അതൊരു 5-6 ഒക്കെ ഉണ്ട്, അത് കുഴപ്പമില്ല. നമ്മൾ ഇവിടെ തന്നെ നിന്നല്ലേ കളിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ഫില്ല് ചെയ്തിട്ടുണ്ട്, ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം ചോദിക്കാൻ പോവാണ്. പി.സി. ജോർജ് ഒരു കഠിന ഹൃദയനാണ്. ആണെങ്കിൽ സ്വയം ഷൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്നെ ഷൂട്ട് ചെയ്യുക. എന്റെ മുന്നേ കഠിന ഹൃദയനല്ലേ? ഭയങ്കര ലോല ഹൃദയനാണോ? അങ്ങനെ അല്ലല്ലോ എല്ലാരും വിചാരിച്ചു വെച്ചിരിക്കണോ. പി.സി. ജോർജ് ഭയങ്കര സ്ട്രോങ് ആണ്. പക്ഷെ ഹൃദയം വളരെ ലോലമാണ്. ആണോ? ഷോ, അതെന്താ അങ്ങനെ? ലോല ഹൃദയത്തിൽ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഞാൻ ഇത്ര സോഫ്റ്റ് ആവാൻ പാടില്ല, ഞാൻ കുറച്ചും കൂടെ കഠിന ഹൃദയനാവണമായിരുന്നു, അങ്ങനെ അപ്പൊ തോന്നിയിട്ടുണ്ടോ പലപ്പോഴും? എല്ലാ കാര്യത്തിലും എന്റെ അഭിപ്രായം ഞാൻ പച്ചയ്ക്ക് പറയൂല. ആരോടും സ്നേഹവും പണക്കവും ഒന്നുമില്ല കാര്യത്തില്. ശരിയോ തെറ്റോ എന്ന് എന്റെ മനസാക്ഷി ശരി പറയും, അത്രേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ഈ മനസാക്ഷിക്ക് തോന്നുന്നത്, അത് ജോർജേട്ടൻ പലപ്പോഴായിട്ടും എന്തൊരു ഇഷ്യൂ വന്നാലും ആരാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നതെന്ന് നോക്കില്ല. അവര് ആരായിക്കോട്ടെ, ജോർജേട്ടന് ശരിയെന്ന് തോന്നുന്നതിന് അത് തുറന്നു പറയാൻ ഒരു മനസ്സ് എപ്പോഴും ഉണ്ടായിട്ടുണ്ട് അല്ലെ? അത് പല ഇഷ്യൂസിലും അതിനെ വെച്ചിട്ട് ഒരുപാട് എന്താ പറയുക ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടതായിട്ടും വന്നിട്ടുണ്ട്. കുറെ കോൺട്രവേഴ്സിയിലെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി അങ്ങനെ ഒരു തോന്നൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. എപ്പോഴായിരുന്നു അങ്ങനെ ചോദിച്ചാ? ചില കാര്യങ്ങൾ ഞാൻ വേണ്ടായിരുന്നു തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ തോന്നുമ്പോ പിന്നീട് എന്താ ചെയ്യാ? ഇഗ്നോർ ചെയ്ത് പോകും, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ചെയ്തു പോയതിൽ ഒരു തെറ്റെന്നുള്ള രീതിയിൽ ഒരു സോറി എന്തെങ്കിലും ചെയ്യാനായിട്ടോ സോറി പറയും. അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലേ? പിന്നെ ഓക്കെ, ഫൊർഗീവ് ചെയ്യാനായിട്ട് അപ്പൊ പറയാറുണ്ട്, മാപ്പ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അതൊരു വലിയ മനസ്സ് തന്നെയാണ് കേട്ടോ. തെറ്റ് ആരും ചെയ്യും, ആ തെറ്റ് മനസ്സിലാക്കി ക്ഷമ പറയുകയും ചെയ്യും. അത് വലിയ മനസ്സ് തന്നെയാണ് കേട്ടോ. അടുത്ത ചോദ്യം. വ്യക്തികളല്ല രാഷ്ട്രീയമാണ് പി.സി. ജോർജിന് പ്രധാനം. വ്യക്തികളല്ല, ഏത് വ്യക്തി ആയിക്കോട്ടെ, വ്യക്തികളല്ല രാഷ്ട്രീയമാണ് പി.സി. ജോർജിന് പ്രധാനം. ശരിയാവും ആണ്. അപ്പൊ സ്വയം ഷൂട്ട് ചെയ്തോ. ആ, ജോർജേട്ടനെ ഷൂട്ട് ചെയ്യാണ്. ഷൂട്ട് ചെയ്തു. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? മുമ്പിൽ വരുന്ന വ്യക്തി, അത് ആ വ്യക്തികളെ നോക്കിയിട്ട് കാര്യമില്ല, രാഷ്ട്രീയമല്ലേ വലുത്. ആണല്ലേ, രാഷ്ട്ര സംബന്ധമായ കാര്യങ്ങൾ, അത് കഴിഞ്ഞല്ലേ വ്യക്തിക്ക് വലുത്. അപ്പൊ ഈ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് പി.സി. ജോർജ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടേണ്ടതായി വന്നിട്ടുണ്ടോ? അത് സാരമില്ല, നഷ്ടപ്പെടുന്ന എനിക്ക് ദുഃഖവുമില്ല. പക്ഷെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉണ്ടല്ലോ, എത്രയോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, മന്ത്രിസ്ഥാനം വന്ന എല്ലാം നഷ്ടപ്പെടുകയില്ല. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു ഇല്ലേ വഴക്കുണ്ടാവും. ഓക്കെ, അപ്പൊ നഷ്ടമുണ്ടാവും, എനിക്ക് സങ്കടമൊന്നും. ഓക്കെ, ശരി. അടുത്തത്. സ്വന്തം അഭിപ്രായങ്ങൾ എവിടെയും തുറന്നു പറയാൻ പി.സി. ജോർജിന് മടിയില്ല. അതെ, അത് അങ്ങോട്ട് തന്നെ ഷൂട്ട് ചെയ്തോളൂ. യെസ് അല്ലേ, മടിയില്ലല്ലോ, ഉത്തരം ശരിയല്ലേ? കണ്ടോ, സ്വന്തം കാര്യങ്ങളെല്ലാം
എവിടെയാണേലും എന്ത് ഇതാണെങ്കിലും ഒക്കെ തുറന്നു പറയും അല്ലെ? ആരാണ് എന്താണ് മറ്റുള്ളവർക്ക് വേദനിക്കുവോ അതൊന്നും നോക്കില്ല. ഓക്കെ, ശരി. ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് ചിലപ്പോഴൊക്കെ കുറ്റബോധം തോന്നാറുണ്ട്. അതിപ്പോ പറഞ്ഞു തോന്നാറുണ്ട്, അതിന് മാപ്പ് ചോദിക്കാറുണ്ട്. അപ്പൊ വീണ്ടും ഷൂട്ട് ചെയ്തോളൂ. അതെ അതെ, ഇത് ജോർജേട്ടനെ തന്നെ ടിഷ്യൂ ടിഷ്യൂ ടിഷ്യൂ. യെസ്. അടുത്തത്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായാൽ, ചോദ്യം കേട്ടോണം കേട്ടോ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായാൽ PC ജോർജിന് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചേക്കും. തീർച്ചയായിട്ടും. എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും? ഒന്നാമത് ഞാൻ ചെയ്യുന്നതിന് എന്താ പറയുക, മുഴുവൻ പേർക്കും ഭക്ഷണം, ഒരാൾ പോലും പട്ടിണി കിടക്കാൻ നിൽക്കില്ല. ഭക്ഷണം, വസ്ത്രം, അതുപോലെ എയർ പൊല്യൂഷൻ അനുവദിക്കില്ല. ഭക്ഷണവും ആ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ പ്രാഥമികമായ അവന്റെ ജീവിതം അത് അരി, തുണി, ഭക്ഷണം എന്ന് പറഞ്ഞതാണ്. അതുപോലെ അവന് ശുദ്ധവായു എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് നടപ്പാക്കാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും അതിനായിരിക്കും ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, ശരി. അടുത്തത്, യഥാർത്ഥ ജീവിതത്തിൽ PC ജോർജ് ചിലപ്പോഴൊക്കെ ഒരു വില്ലൻ തന്നെയാണ്. അല്ല, അയ്യോ എനിക്ക് വില്ലനേ അല്ല, പാവമായിട്ടുള്ള ഒരാളാണ്. അത് ഉഷ ചേച്ചി ഇവിടെ ഇല്ലല്ലോ. ഉഷ ചേച്ചിയോട് ചോദിക്കണമായിരുന്നു സത്യാവസ്ഥ അറിയണമെങ്കിൽ. ഉഷ ചേച്ചി പറഞ്ഞേനെ, എന്റെ പൊന്നു മോളെ അത് വില്ലനാണ് മോളേ. ഇല്ല, പറയില്ലല്ലേ? പാവമാണ് എന്നേ പറയുള്ളൂ. സാധനം അത് ഇങ്ങോട്ട് എന്നെ ഷൂട്ട് ചെയ്തത് എവിടെ പോയെന്ന് അറിയില്ല. അതെ, ഇവിടെയുണ്ട്. ഓക്കെ, അടുത്തത്, ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ കയറി ഇടപെട്ടിട്ടുണ്ട്. ഒരു കാര്യത്തിലും. അപ്പൊ എന്നെ ഷൂട്ട് ചെയ്യൂ, എന്നെ ഷൂട്ട് ചെയ്യൂ. ഞാൻ അതെ, ഇപ്പൊ കുഞ്ഞു കൊച്ചുങ്ങളൊക്കെ ആയിരുന്നു കളിക്കുന്നെങ്കിൽ ഇത് കിട്ടിയ ഉടനെ ഞാൻ ചത്ത് വീഴണ്ടായിരുന്നു അല്ലേ? അങ്ങനെയൊക്കെ പിള്ളേരുടെ കളിക്കുന്നേ. ജോർജ് ചേട്ടൻ ഒന്നും കളിച്ചിട്ടില്ലെന്നല്ലേ പറഞ്ഞ? അറിയില്ലല്ലോ, അതെവിടെയോ പോയി. നമുക്കിപ്പോ അതുണ്ടല്ലോ, അത് വെച്ചിട്ട് കളിക്കാം. ഓക്കെ, അടുത്തത്, സ്വന്തം പേരിൽ വന്ന വിവാദങ്ങൾ കേട്ട് കരഞ്ഞിട്ടുണ്ട്. ഒരിക്കലും കരയാല. അന്ന് വീണ്ടും ഷൂട്ട് ചെയ്യൂ. അതെന്താ വിഷമം തോന്നാത്തെ? ആണോ? ഒരു രീതിയിലും എന്തൊക്കെ കോൺട്രവേഴ്സിയും വിവാദങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു രീതിയിലും ഇതാവാറില്ല. ആണോ? ഇനി പറയട്ടെ. അപ്പൊ ഈ ഗെയിം ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇനി അടുത്ത ദിവസം ഈസ്റ്ററിന് പേരക്കുട്ടികൾ വരുമ്പോഴത്തേക്ക് അവരുടെ കൂടെ ഇരുന്ന് വാ മക്കളെ നമുക്ക് കളിക്കാൻ, ഇങ്ങനെ കളിക്കും അല്ലേ? ഓക്കെ. ജോർജ് ചേട്ടൻ, നമ്മളിവിടെ അടുത്താണ് വാഗമണ്ണും ഇതൊക്കെ. അപ്പൊ ഇവിടുന്ന് പണ്ടൊക്കെ പാലയിന്നൊക്കെ എല്ലാവരും വേട്ടയാടാനും ഹണ്ടിങ്ങിനൊക്കെ ആയിട്ട് അങ്ങോട്ടൊക്കെ പോവാറുണ്ടായിരുന്നല്ലോ, മല കയറുകയൊക്കെ ചെയ്യുന്നത്. ഇല്ല, ഇപ്പൊ ഇല്ല. പണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെയുള്ള മിക്കവരും പോയ കാര്യമൊക്കെ എനിക്കറിയാം. ജോർജ് ചേട്ടനും അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ അതൊക്കെ ഫ്രണ്ട്സ് ആയിട്ടാണോ കസിൻസ് ആയിട്ടാണോ? ഫ്രണ്ട്സും കസിൻസും എല്ലാം ഉണ്ടെന്ന്. ഇപ്പൊ അങ്ങനത്തെ സംഭവം ഒന്നുമില്ല. ഇപ്പൊ എല്ലാം പ്രൊഹിബിറ്റഡ്, എല്ലാം ഇതൊക്കെയാണല്ലോ. ഇപ്പൊ മൃഗങ്ങളെ കിട്ടുകയില്ല. അതെ. അപ്പൊ പണ്ട് എന്തിനൊക്കെ പോയിട്ട് വേട്ടയാടിയിട്ടുണ്ടാവും? അത് ചോദ്യം ഉദിക്കുന്നില്ല. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ആ ചോദ്യത്തിലേക്ക് പോകണ്ട. ഓക്കെ, അപ്പൊ എന്തായാലും പണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ഈ ഒരു ഇങ്ങനെ കാടുകളുള്ള സ്ഥലത്തേക്കൊക്കെ ആൾക്കാർ അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അത് ഈ ഒരു ഏരിയയിൽ മാത്രമല്ല, വേറെയും ഹൈ റേഞ്ച് ഏരിയയിലെല്ലാം നാട്ടുകാരെല്ലാം പോകുന്നൊരു പ്രവണത പണ്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നാണ് അതൊക്കെ നമ്മൾ മാറ്റി അതെല്ലാം നിയമവിരുദ്ധമായിട്ട് പോകുന്നത്. നമുക്കിനി താഴേക്ക് പോയാലോ? ഇവിടെ നിന്നാ നിറയെ മരങ്ങളാണ്, നല്ല ശുദ്ധവായു ഒക്കെ നമുക്ക് ശ്വസിക്കാം. വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഈ നമ്മുടെ ഇപ്പം സുരേഷ് ഇലക്ഷനെ കുറിച്ച് തന്നെ ചോദിക്കാം. ഇപ്പൊ നമ്മുടെ സിനിമയിലൊക്കെ ആക്ട് ചെയ്ത് നമ്മുടെ എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന കുറെ ആക്ടേഴ്സ്, അത് സുരേഷ് ചേട്ടനായിക്കോട്ടെ വേറെ പലരും ഉണ്ട്, അവരൊക്കെ ഇന്നിപ്പോ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അവരിപ്പോ ഇതാ മത്സരിക്കുകയാണ്. ആ ഒരു ഇതിനോട് എന്താ ജോർജ് ചേട്ടന് തോന്നണത്? ഒരു തെറ്റുമില്ലെന്ന് എന്റെ അഭിപ്രായം. സിനിമയിൽ അഭിനയിച്ചു എന്ന് വിചാരിച്ച പൊതുപ്രവർത്തനത്തിൽ പറ്റുകയെന്ന് ആരാ പറഞ്ഞു? അവർക്ക് അതിന് അവകാശമുണ്ട്. അവർ ഇന്ത്യൻ പൗരനാണ്, പൗരയുമാണ്. സ്വാഭാവികമായിട്ടും മത്സരിക്കാൻ അവർക്ക് അവകാശമുണ്ട്. പിന്നെ സിനിമാക്കാരെന്ന് പറഞ്ഞാൽ ജയിക്കണമെന്ന് നിർബന്ധമില്ല. എത്രയോ സിനിമാടന്മാരിന്ന് തോറ്റിരിക്കുന്നു, സിനിമാടന്മാരിന്ന് ജയിച്ചിട്ടുമുണ്ട്. അപ്പൊ അതിന് കുറ്റം പറയേണ്ട കാര്യമില്ല, അത് നല്ല കാര്യമാണ്. പിന്നെ സിനിമയിൽ മാത്രം നിൽക്കണം എന്നിട്ട് നിർബന്ധം വരട്ടെ, അവരും കൂടെ പൊതുപ്രവർത്തന രംഗത്ത് എല്ലാവരും വരണമെന്നുണ്ട്. നല്ലതാണ്. അപ്പൊ അങ്ങനെ ഒരു താല്പര്യമുള്ള ആൾക്കാർ സിനിമാ നടനാണോ അല്ലയോ എന്ന് നോക്കണ്ട, ആർക്കും പൊളിറ്റിക്സിൽ സ്ഥാനമുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ ജോർജ് ചേട്ടൻ അങ്ങനെ എന്തുകൊണ്ടായിരിക്കും ഈ പ്രാവശ്യം എല്ലാവരും പ്രതീക്ഷിച്ചു ജോർജ് ചേട്ടൻ ഉണ്ടാവും എന്ന്? ഞാൻ ഇല്ലാത്ത എന്താ വെച്ചാൽ എന്റെ തന്നെ ഞാൻ നിൽക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നില്ല, സത്യമാണ്. അതായത് പിന്നെ സംഭവിച്ചെന്താന്ന് ചോദിച്ചാൽ, അവിടെ സ്ഥാനാർത്ഥിത്വം എന്ന് ഈ കോണ്ടാക്ട് കമ്മിറ്റി ഈ RSSന്റെ BJPയുടെ നേതാക്കന്മാരുടെ അഭിപ്രായം രൂപീകരിച്ചു.
അങ്ങനെ അഭിപ്രായം രൂപീകരിച്ചപ്പോൾ ഒരു 100-97 പേരും PC പറയുന്നത് പറഞ്ഞു എന്നുള്ളതാണ് പ്രശ്നം. പക്ഷെ ഞാൻ നിൽക്കണം എന്ന് ആവശ്യപ്പെടുകയോ എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ നിൽക്കാൻ തയ്യാറില്ല എന്ന അഭിപ്രായമായിരുന്നു എനിക്കുണ്ടായിരുന്നു. ഒരിക്കലും നിൽക്കുന്നതിനെ പറ്റി ഞാൻ ചർച്ച ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ എൻ്റെ സാമ്പത്തികസ്ഥിതി അനുസരിച്ച് ഒരു പാർലമെന്റ് ഇലക്ഷൻ നേരിടാൻ പറ്റില്ല. അതുകൊണ്ടാണ് വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. അതുകൊണ്ട് സീറ്റ് എന്നും പറഞ്ഞ് ഞാൻ ആരോടും ആവശ്യപ്പെട്ടില്ല. അല്ലെങ്കിൽ ഞാൻ സീറ്റ് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഒരു തർക്കമൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോ തർക്കം പോലും ഉണ്ടായില്ല. അടുത്ത തവണത്തേക്ക് മനസ്സ് പ്രിപ്പയർ ഇല്ല. ഇനി ഇപ്പൊ എന്റെ മനസ്സെന്നു വെച്ചാൽ മതിയെന്ന്. ഞാൻ ഇനി പൊതുപ്രവർത്തനം ഒരു മത്സരങ്ങൾ ഇല്ലാത്ത പൊതുപ്രവർത്തനം, അതാണ് താല്പര്യം. പിള്ളേർ വരട്ടെ എന്നൊരു മനസ്സിലായി എനിക്കുള്ളത്. ഓക്കെ. ഇപ്പൊ ഞാൻ വേറൊരു കാര്യം വെച്ചിട്ട്, ജോർജ് ഏട്ടൻ പല പാർട്ടികളിലും ഭാഗമായി നിന്നിട്ടുണ്ട്, എന്നാൽ ഇൻഡിപെൻഡന്റ് ആയിട്ടും നിന്നിട്ടുണ്ട് അല്ലെ? അങ്ങനെ പല രീതിയിലും നമ്മുടെ ഈ ഈരാറ്റുപേട്ടക്കാർക്ക്, നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇപ്പോഴും അങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്നാൽ പോരാ എന്ന് തോന്നുന്നതുകൊണ്ടാണ് വീണ്ടും വേറൊരു പാർട്ടിയിൽ ജോയിൻ ചെയ്യുന്നത്. LDF ഞാൻ നിന്നപ്പോൾ നമുക്ക് നടന്നുകൊണ്ട് നോക്കിയാൽ LDF ഞാൻ നിൽക്കുമ്പം LDFിനകത്ത് ഒരു മന്ത്രിമാർ രണ്ടും പറഞ്ഞ് രാജിവെപ്പ് ചെയ്യും. അത് LDFിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ മന്ത്രിമാരെ പുറത്താക്കി കൊടുത്ത് എന്നെ പാർട്ടിയിൽ നിന്ന് കളഞ്ഞു. അപ്പൊ എന്നെ UDFിലായി. UDF ചെന്നിങ്ങനെ പ്രവർത്തിച്ച് നിൽക്കുമ്പം ഉമ്മൻചാണ്ടിയുടെ അദ്ദേഹം മരിച്ചുപോയി. പിന്നെ KM മാണിയുടെ ഒക്കെ സാമ്പത്തിക ഇടപാടിൽ എനിക്ക് തർക്കം ഉണ്ടായിരുന്നു. അത് ഞാൻ പരസ്യമായിട്ടങ്ങ് പറഞ്ഞു. അപ്പൊ പിന്നെ അവിടെ തുടരാൻ പറ്റും. അങ്ങനെ ഒറ്റയ്ക്ക് പോവായിരുന്നു. പിന്നെ ഇപ്പൊ എന്താ സംഭവം എന്ന് ചോദിച്ചാ, ഇനിയിപ്പൊ ഒരു എത്ര നാളെങ്കിൽ ഒറ്റയ്ക്ക് പോകുന്നേ ഒരു സഹായം ഒക്കെ വേണ്ടേ. അത് തന്നെയല്ല 2013 മുതൽ, അതെ 2013 മുതൽ BJPയുടെ ആളുകൾ എന്നോട് വളരെ സ്നേഹത്തോടുകൂടി പെരുമാറുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്നാ സംഭവം എന്ന് ചോദിച്ചാൽ, ഈ പിണറായി എന്നെ 3-4 പ്രാവശ്യം ഇവിടുന്ന് പിടിച്ചോണ്ട് പോയിട്ടു. അപ്പോഴൊക്കെ എന്നെ സഹായിക്കാമെന്ന് BJP RSSന്റെ പ്രവർത്തകരാണ്. പിന്നെ 2013 നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ സ്ഥാപിക്കുന്ന ഇഷ്യൂ ഉണ്ടായപ്പോഴും ഞാൻ ഈ കോട്ടയം ജില്ലയിൽ ഉദ്ഘാടനം ഞാനായിരുന്നു. BJP ഫംഗ്ഷൻ. അങ്ങനെ 2013 മുതൽ BJP ആയിട്ട് അറിയാതെ ഒരു ബന്ധം ഉണ്ടായിരുന്നു. പിന്നെ ശബരിമല ഇഷ്യൂ ഞാൻ ശബരിമല ഈ പെണ്ണുങ്ങളെ കയറ്റുന്ന അതിന് എനിക്ക് ശക്തമായ എതിർപ്പുണ്ടായി പിണറായിയോട്. ഞാൻ കയറി തടഞ്ഞു പെണ്ണുങ്ങളെ. വലിയ വഴക്കായിരുന്നു. അപ്പൊ അന്നാണ് ഞാൻ ആദ്യമായിട്ട് സുരേന്ദ്രനെ കാണുന്നത്. സുരേന്ദ്രൻ അന്ന് ഈ BJPയുടെ യുവ വിഭാഗം. ഞാൻ നിന്നും അടുത്ത് മനുഷ്യനല്ലേ, ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ സുരേന്ദ്രൻ വരുന്നത്. സുരേന്ദ്രൻ വന്നപ്പോഴാണ് ആ സമരം സുരേന്ദ്രനെ ഏൽപ്പിച്ചിട്ട് ഞാൻ മാറുന്നത് ഇവിടുന്ന്. അതാണ് സുരേന്ദ്രനെ ഓർക്കുന്നത് ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് BJP മാനസികമായിട്ട് അടുപ്പമായത്. അപ്പൊ ഇപ്പോഴത്തെ നിലയിൽ ഞാൻ ആലോചിച്ചപ്പോ ഇപ്പൊ 10 കൊല്ലം മോദി ഭരണം. ഇന്ന് രാജ്യത്ത് ഇരിക്കുമ്പോഴേ നിഷ്പക്ഷമായിട്ടൊന്ന് ആലോചിച്ച് നോക്കി. ഒരു ചിന്തയിൽ ഈ 10 കൊല്ലം കൊണ്ട് കേരളത്തിലുണ്ടായിരിക്കുന്ന ഇന്ത്യക്കുണ്ടായ മാറ്റം കാണണ്ടേ നമ്മൾ. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സ്ഥാപനമായി ഇന്ത്യ എന്ന മഹത്തായ ഭാരതം നീങ്ങുക. ഇപ്പൊ 5ാമത്തെ രാഷ്ട്രമായി. ഒരു 5 കൊല്ലത്തിനകം ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് നമ്മൾ മാറും. ആ നിലയിലാണ് മോദി മുന്നോട്ട് പോകുന്നത്. എന്ന് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു 10 വർഷത്തിനകം അമേരിക്ക ഇങ്ങോട്ട് കാലെ പിടിച്ചു വരുന്നത് കാണാൻ കഴിയും. അമേരിക്കയാണ് 1ാം സാമ്പത്തിക രാഷ്ട്രം. ആ അമേരിക്ക നമ്മുടെ ഔദാര്യം പറ്റുന്ന നില ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ നിലയിലാണ്. അപ്പൊ അതിന് നേതൃത്വം കൊടുക്കുന്ന മോദിയെ സപ്പോർട്ട് ചെയ്യാൻ ബാധ്യതയില്ലേ. അതുകൊണ്ട് BJP ചേരാൻ ഞാൻ തീരുമാനിച്ചത്. അല്ലെങ്കിൽ ഒരു പാർട്ടിയും ചേരണ്ടെന്ന് വിചാരിച്ചിരുന്നു. ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ് BJP ചേർന്നത്. എനിക്കത് ഒരു സ്ഥാനം ഞാൻ. അപ്പൊ ഇനി മുന്നോട്ട് നമ്മൾ PC ജോർജ് എന്ന് പറഞ്ഞ ഒരാള് ഒരു നേതൃത്വം വഹിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ലീഡ് ചെയ്ത് നിൽക്കുന്നതിന് കാണില്ല എന്നാണോ ജോർജ് ഏട്ടൻ പറയണേ? അതിപ്പോൾ ഞാൻ പറയുന്നില്ല. പല കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. അപ്പം അതൊക്കെ ഈ പാർലമെന്റ് ഇലക്ഷന് ശേഷം BJP നേതൃത്വമായിട്ട് ചർച്ച ചെയ്യും. ഓക്കെ.